കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ദാരുണമായൊരു വീഡിയോ ഞാൻ കാണുന്നു. നമുക്കറിയാം, അഹമ്മദാബാദിലെ വിമാന അപകടം. ആ വിമാനം ചെന്ന് ഇടിച്ചു കയറിയത് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ കെട്ടിടത്തിലേക്കാണ്. ഈ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയ വിമാനം അപകടത്തിൽ എത്ര പേർ മരിച്ചുവെന്ന് ഇത്ര മണിക്കൂറുകൾക്കകമായിട്ട് നമുക്ക് കണ്ടെത്താൻ, അല്ലെങ്കിൽ അതിനകത്തൊരു പൂർണ്ണമായൊരു വിവരം നമുക്ക് ലഭിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ജനവാസ മേഖലയിലേക്കാണ് ഇടിച്ചു കയറിയത്. ഇപ്പോഴും ഞാൻ കണ്ട സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വിഷ്വലിനകത്ത് ഈ ഫ്ലൈറ്റിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ പല ഭാഗങ്ങളിടയിൽ ഞെരിഞ്ഞമർന്നിരിക്കുന്ന കാലുകളും കൈകളും ഒക്കെ ഉള്ള വിഷ്വൽസ്, ഭയങ്കര എന്താ പറയുക, ഹോണ്ടിങ് ആയിട്ടുള്ള വിഷ്വൽസാണ് ഇതെല്ലാം ഉണ്ടായിരുന്നത്. ഇത്തരം മണിക്കൂറുകളായിട്ടും നമുക്ക് ഇപ്പോൾ ആ എയർക്രാഫ്റ്റ്, പൊട്ടിത്തകർന്ന എയർക്രാഫ്റ്റ് അവിടെ നിന്ന് ഉയർത്തി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യോമ മന്ത്രാലയം നമ്മളുടെ ഒരു സമിതി രൂപീകരിച്ച് എന്താണ് പ്രശ്നങ്ങളെന്ന് പഠിക്കുന്നത് പോലെ തന്നെ കോക്പിറ്റിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ മെയ്ഡേ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്താണ് അതിൻ്റെ ഒരു ആക്ച്വൽ റീസൺ എന്ന് ഇത്ര മണിക്കൂറുകൾക്കായിരിക്കും നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തൊരു സിറ്റുവേഷൻ കൂടിയുണ്ട്. മാത്രമല്ല, ഇതിൽ എയർ ഇന്ത്യ പൂർണ്ണമായ അർത്ഥത്തിൽ അവരുടെ എയർക്രാഫ്റ്റുകളിൽ ഒരു പരിശോധന നടത്താൻ പോവുകയാണ്. സുരക്ഷിതമാണോ യാത്രകൾ? കാര്യം ഒരുപാട് ആളുകൾ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന, പേടിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. എയർ ഇന്ത്യയുടെ റേറ്റിംഗ് കുറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചുള്ള, ഒരു എയർലൈനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായത് സുരക്ഷിതമായി യാത്ര പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. എന്തായാലും അതിനൊപ്പം തന്നെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത്. ഒന്ന്, എയർ ഇന്ത്യ ഇവർക്ക് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 കോടി രൂപയാണ് മരിച്ച ആളുകൾക്കും. അത് യാത്രക്കാർക്ക് മാത്രമല്ല എന്നാണ് അറിയാൻ സാധിക്കുന്ന പ്രാഥമിക വിവരം. ഇതിൽ മറ്റൊന്ന്, ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ളൊരു പ്രസ്താവന കൂടി വരുന്നുണ്ട്. ഇന്ത്യ ശക്തമായ രാഷ്ട്രമാണ്, ഇന്ത്യക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള ശക്തിയുണ്ട് എന്ന് പറയുന്ന ട്രംപിൻ്റെ ഒരു പ്രസ്താവന കൂടി വരുന്ന ഒരു സാഹചര്യം. എന്താണ് ശരത്, ഇത്ര മണിക്കൂറുകൾ കഴിയുന്നു, നമുക്ക് എന്താണൊരു നമ്മൾ ടെക്നോളജിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുമ്പോൾ പോലും ഒരു എയർക്രാഫ്റ്റ് എന്തുകൊണ്ട് തകർന്നു വീണു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇത്ര സമയമെടുക്കുന്നത്? നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മുടെ ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ ഇത് ആദ്യമായിട്ട് ഈ ഒരു വിഷയം പ്രധാനമായിട്ടും ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം തന്നെയാണ്. ഇന്നും ഏറ്റവും വലിയ വിഷയമാണ് അഹമ്മദാബാദിലെ വിമാനാപകടമായിട്ട് ബന്ധപ്പെട്ടത്. നമ്മൾ എന്തുകൊണ്ട് ഇത് അധികം ചർച്ച ചെയ്യുന്നില്ല എന്നതിൻ്റെ ഒന്നാമത്തെ കാരണം, ടെക്നിക്കലി ചിലപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കും. എന്നാൽ പോലും വിദഗ്ധരടക്കം പറയുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് സംയമനം പാലിക്കുക. അതായത് നമ്മുടെ ഊഹാപോഹങ്ങളോ അല്ലെങ്കിൽ ഈ രംഗത്തെ വിദഗ്ധർ എന്ന് പറയുന്നവരുടെ ആരോപണങ്ങളോ അല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ അതിനൊക്കെയുള്ളൊരു വലിയൊരു ടീം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ ഫൈനൽ വേർഡിക്റ്റിനായിട്ട് വേണ്ടി കാത്തിരിക്കുക എന്നുള്ള കാര്യമാണ് വേണ്ടത്. നമുക്ക് സാഹചര്യം, ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് സാഹചര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനകത്ത്. മാത്രമല്ല, ഇതിനകത്ത് വേറൊരു വശമാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ വിമാന അപകടം മറ്റൊരു വലിയ ദുരന്തമായി മാറിയത് ആ ഹോസ്റ്റലിലേക്ക് ഇടിച്ച് ഏതുകൊണ്ട് എനിക്ക് തോന്നുന്നു 60-ലേറെ പേര്, 60-നും മുകളിൽ ഇപ്പോൾ തന്നെ 21 മൃതദേഹങ്ങൾ എന്തോ അവസാനമായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും അത് കുറേ പേരെ കാണാനില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു അപകടം എന്ന രീതിയിൽ പറയാം. മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാത്തിനും വ്യക്തമായൊരു തെളിവുകൾ കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്, മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാധ്യതകൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ പോലും വിദഗ്ധർ പറയട്ടെ, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പഠനം നടത്തേണ്ടത്, അതായത് പലതും ഒരുപക്ഷെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പഠനങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ വരുന്നത്. ഇപ്പോൾ തന്നെ കോക്പിറ്റിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്തണം, അതിൽ ആഴത്തിലുള്ള പരിശോധന കഴിഞ്ഞാൽ തന്നെ ഏകദേശം ആഴ്ചകൾ വേണ്ടി വരും. അതിനെ എന്താണ്, അപ്പോൾ അതിനകത്ത് തന്നെ ഓരോ മൂളലുകൾ പോലും അവർ കൃത്യമായിട്ട് പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം കിട്ടിയതിന് ശേഷമേ എന്താണ് ഈ വിമാനത്തിന് പറ്റിയത്. ഇപ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറയുകയാണ്, അതിൻ്റെ ലാൻഡിംഗ് ഗിയർ പ്രവർത്തിച്ചില്ല, ഫ്ലാപ്പുകൾ കൃത്യമായി വർക്ക് ചെയ്തില്ല, റൺവേ പരമാവധി ഉപയോഗിച്ചില്ല, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. മാത്രമല്ല, പൈലറ്റുമാരെ ഇതിനകത്ത് ഒരുപാട് ഇൻവോൾവ് ചെയ്യും. അതായത് സാധാരണക്കാർ ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ കൂടി വന്നിരുന്നല്ലേ. ഇപ്പോൾ ഗൂഗിൾ കാലം ആയതുകൊണ്ട് തന്നെ പലരും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളും അല്ലെങ്കിൽ ഇതുമായിട്ട് കാണാം. അപ്പോൾ നമ്മൾ അത് അടിസ്ഥാനപ്പെടുത്തി ഗൂഗിൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പാടില്ല. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്. അപ്പം ചില മാധ്യമപ്രവർത്തകരാകട്ടെ, ചില ഇതുമായിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരാകട്ടെ, പലരും പല കാര്യങ്ങളും എന്തിന് നമ്മുടെ രഞ്ജിത്തെ അപമാനിച്ച പവിത്രം വരെ പറയുന്നു ഓട്ടോ ഡ്രൈവറിൻ്റെ ഒരു ലാഘവത്തോടെയാണ് പൈലറ്റ് ഇടിച്ച് കയറി എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ആർക്കും എന്തും പറയാനുള്ള രീതിയിലായിട്ട് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. എന്നാലും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക. മാത്രമല്ല, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നഷ്ടപരിഹാരം. ഇപ്പോൾ മരണം സംഭവിച്ച കുടുംബങ്ങൾ, കാരണം ഒരുപാട് നമ്മൾ പറയുന്നതാണ്, ആ വിമാനത്തിനകത്ത് പലതരം ആൾക്കാരുണ്ടാവും. ഒരുപക്ഷെ ബിസിനസ് ടൈക്കൂൺസ് ഉണ്ടാകും, ഒരു മന്ത്രിയുണ്ട്, ഭരണകൂടത്തിന് പ്രതിനിധികളുണ്ട്,
അതുപോലെ തന്നെ സാധാരണക്കാരൻ രഞ്ജിതയെ പോലുള്ള ഒരു കുടുംബത്തെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നിൽക്കുന്ന സാധാരണക്കാർ വരെ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതും നമ്മൾ ആ കാര്യങ്ങളും കൂടെ ഒരു ഇത് വേണ്ടതുണ്ട്. മാത്രമല്ല ഏകോപനം എന്ന് വേണ്ട പല മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല. DNA പരിശോധന തന്നെ ഏകദേശം 72 മണിക്കൂർ മുതൽ 150 മണിക്കൂർ കണക്ക് പറയുന്നത്. ആ സമയം വരെ വേണ്ടിവരും DNA പരിശോധനകൾക്കായി. ഇപ്പോൾ ബന്ധുക്കളെല്ലാം എത്തുന്നതേ ഉള്ളൂ. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായി ഇപ്പോൾ വേണ്ടത് യഥാസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവസാന അന്ത്യകർമ്മങ്ങൾക്കായെങ്കിൽ പോലും അവർക്ക് അവരുടെ ബോഡി ഇപ്പോൾ പൂർണ്ണതോതിൽ എങ്ങനെയാണ് അത് കിട്ടണമെന്ന് നമുക്കറിയാം പലതും കത്തിക്കരിക്കുന്ന നിലയിലാണ്. അതൊക്കെ കൃത്യമായിട്ട് മാത്രമല്ല 50-ലധികം വിദ്യാർത്ഥികളെ കാണാനില്ലെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അതായത് ഒന്നിനെ കുറിച്ചും ഒരു വ്യക്തമായ ധാരണ എത്ര വീട്ടുകാർക്ക് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ആശങ്ക കാണും. പല കാണാതായ കുടുംബങ്ങൾക്ക് ആദ്യമായിരിക്കും. അതുപോലെ തന്നെ മരിച്ച ഇപ്പം മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആദ്യ സമയങ്ങളിൽ പോലും 242 പേരും മരിച്ചു എന്ന് പറയും. ഇപ്പോൾ വിശ്വാസ് കുമാർ ഇറങ്ങി പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മളതും വിശ്വാസ് കുമാറും മരിച്ചു എന്ന കണക്കിൽ നമ്മൾ കൂട്ടിയാണ്. അപ്പോൾ ഇതിനിടയിൽ തന്നെ വലിയ നൂലാമാലകളുണ്ട്, ആ പ്രതിസന്ധികളുണ്ട്. അതൊക്കെ അതിജീവിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെയാണ് ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സമയമുണ്ട്. ഇപ്പോൾ അത് തന്നെയാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരകത്ത് സ്വീകരിച്ച നിലപാട് അതുപോലെ തന്നെയാണ്. അവർ ഇപ്പോഴേ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അന്വേഷണത്തെ കുറിച്ച് എന്തായാലും ഒരു അപകടം നടക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ എന്തായാലും ചെയ്യേണ്ടുന്നത് രക്ഷാപ്രവർത്തനങ്ങളാണ്. സെക്കൻഡുകൾ കൊണ്ട് എയർക്രാഫ്റ്റ് തകർന്നടിയുന്നു. വിശ്വാസ് കുമാർ പുറത്തേക്ക് എക്സിറ്റ് വഴി ചാടുന്നത് അദ്ദേഹത്തിന് അതിനെ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് എണീറ്റ് ഒന്ന് നടക്കുമ്പോഴേക്കും അദ്ദേഹത്തെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തി. അതായത് വളരെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം എന്താണ് പ്രശ്നമെങ്കിലും എയർക്രാഫ്റ്റ് നടന്നതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ സജീവമാണ്. അതിലാർക്കും പരാതിയില്ല. പക്ഷെ നമുക്കറിയാം മനുഷ്യനിർമ്മിതമാണ് ഈ എയർക്രാഫ്റ്റുകളെങ്കിലും വളരെ ഹ്യൂജാണ്. നമുക്കൊന്നും അങ്ങനെ എടുത്തുയർത്താൻ പറ്റുന്ന തരത്തിലോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ അല്ല. വളരെ പതുക്കെ മാത്രമാണ് ഇതിനടിയിൽ പെട്ടുപോയ ആളുകളെ, കെട്ടിടങ്ങളുടെ അടിയിൽ പെട്ടുപോയ ആളുകളെ കണ്ടെത്താൻ സാധിക്കും. അതാണ് ഇതിനകത്ത് പറഞ്ഞത്. പലർക്കും ഈ മരണം കണ്ടുകൊണ്ടിരിക്കേണ്ട അവസ്ഥ. അതായത് ഒരു പക്ഷേ അവിടെ നിന്ന് ഓരോ ഹ്യൂമൻസ് അവനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അടുത്ത് ചെല്ലാൻ 1000 ഡിഗ്രിക്ക് മേളിലാണ് ആ ചൂട് ഉണ്ടായിരുന്നത്. ആ പുക ശ്വസിക്കാൻ പറ്റാത്ത പുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പലർക്കും കണ്ടുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിശ്വാസ് കുമാർ തന്നെ പറഞ്ഞു, ഒരു എയർ ഹോസ്റ്റസ് എന്തോ അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ എന്തോ കത്തി അവരൊന്നും കാണാൻ മാത്രമേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആലോചിച്ച് നോക്കുക. ഇതൊക്കെ അതിദയനീയമായൊരു അവസ്ഥയാണ്, അതിഭീകരമായ അവസ്ഥയാണ്. ഇനി എല്ലാ കാലത്തും വിശ്വാസ് കുമാറിനെ അലട്ടാൻ പോകുന്നൊരു പ്രശ്നം കൂടിയായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ചർച്ച നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അതായത് നമ്മൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പം വിമാനത്തിൻ്റെ ശരിതെറ്റുകൾ അല്ലെങ്കിൽ പൈലറ്റുമാരുടെ പിഴവുകൾ, വിമാന കമ്പനികളുടെ നിർമ്മാണത്തിൻ്റെ പിഴവുകളൊക്കെ പറയുന്നെങ്കിൽ പോലും ഈ ഒരു വശവും കൂടെ കാണേണ്ടതുണ്ട്. മാത്രമല്ല ഇതിനകത്ത് കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും മിണ്ടാതിരിക്കുന്നില്ല നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ വിദേശ ഏജൻസികളും എല്ലാം തന്നെ വരുന്നുണ്ട്. ഈ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന സംശയം അടക്കം പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ മരണപ്പെട്ടവരെ നമുക്ക് എന്താ പറയുക, അവരുടെ അവസാന ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുക. അവർക്ക് പരമാവധി രക്ഷ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലരും പണത്തിന്, ഇപ്പം നമുക്കറിയാം കുടുംബം പുലർത്താൻ വേണ്ടിയൊക്കെ പോകുന്ന ഒരുപാടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നഷ്ടപരിഹാരമടക്കം കൃത്യമായി കിട്ടുന്നതോട് നോക്കുക. നമുക്ക് അങ്ങനെ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമുക്കറിയാം, നേരത്തെ പറയുന്നത് എല്ലാം നമ്മൾ വാർത്താ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നും തന്നെ അറിയാൻ പറ്റും. അതുവരെ നമുക്ക് സംയമനത്തോടെ കാത്തിരിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ.